ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഒരു കേസ് കേൾക്കുന്നതിനിടയിൽ യൂണിവേഴ്സിറ്റി ഭരണത്തെക്കുറിച്ച് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ സർവകലാശാല അധികൃതർ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നാണ് വിളിച്ചു പറയുന്നത്. വൈസ് ചാൻസലറുടെ അധികാരങ്ങൾ അറിയാത്തവരോ അതറിഞ്ഞിട്ടും അംഗീകരിക്കാത്തവരോ ആണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനും നിർത്തിവെക്കാനും പിരിച്ചുവിടാനും വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി പരാതിക്കാരനെ ഓർമ്മിപ്പിച്ചു. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടതിന് ശേഷം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ സിൻഡിക്കേറ്റിൻ്റെതായി പരിഗണിക്കാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കി. സിൻഡിക്കേറ്റ് യോഗത്തിൽ തർക്കങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ യോഗം പിരിച്ചുവിടുന്നത് ശരിയല്ല എന്നും കോടതി വ്യക്തമാക്കി. വൈസ് ചാൻസലറുടെ തീരുമാനങ്ങളെക്കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ ആദ്യം ചാൻസലറായ ഗവർണറെയാണ് സമീപിക്കേണ്ടത് എന്നും നിരീക്ഷിക്കുകയും കേസ് തള്ളുകയും ചെയ്തു. ഷാങ്ഹൈ സഹകരണ കൂട്ടായ്മയുടെ ഉച്ചകോടി ചൈനയിൽ നടന്നു. തീവ്ര യുദ്ധത്തെ പ്രതിരോധിക്കാൻ ഒരുമിച്ച് നിൽക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആഹ്വാനം ചെയ്തു. പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അമേരിക്കയുടെ പകരച്ചുങ്കം പരാജയപ്പെടുത്തണം എന്നാണ് ചൈനീസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. റഷ്യ, ഇന്ത്യ, ചൈന കൂട്ടുകെട്ട് ശക്തമാകുന്നു എന്ന സന്ദേശമാണ് ഈ ഉച്ചകോടി നൽകുന്നത്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൈന സന്ദർശിച്ചത്. വലിയ വരവേൽപ്പാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയുമായി നേരിട്ടുള്ള വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കുവാനും വിസ നിയന്ത്രണങ്ങൾ പിൻവലിക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പകരച്ചുങ്കത്തെ ഒരുപോലെ എതിർക്കുന്ന രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. ഈ 2 രാജ്യങ്ങളും റഷ്യയുടെ സുഹൃത്തുക്കളാണ്. ഏഷ്യയിൽ അമേരിക്കയെ എതിർക്കുന്ന ഒരു ത്രികക്ഷി സഖ്യം രൂപപ്പെടുകയാണ് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഷാങ്ഹൈ സഹകരണ ഉച്ചകോടിയുടെ തീരുമാനങ്ങൾ അമേരിക്ക സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയേക്കാൾ നല്ല സുഹൃത്തായിരിക്കും അമേരിക്ക എന്നാണ് ട്രംപിൻ്റെ ഉപദേശകൻ പ്രതികരിച്ചത്. പല പ്രാവശ്യം ഇന്ത്യയെ ആക്രമിച്ച രാജ്യമാണ് ചൈന. തർക്കത്തെ തുടർന്ന് അതിർത്തിയിലേക്ക് അയച്ച സൈനികരെ ഇപ്പോഴും ഇരു രാജ്യങ്ങളും പൂർണ്ണമായും പിൻവലിച്ചിട്ടില്ല. ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെയാണ് ആറ്റം ബോംബ് നിർമ്മിച്ചത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നികുതിയാണ് ഇന്ത്യ ചുമത്തുന്നത്. ഇന്ത്യയുടെ കയറ്റുമതി വളരെ കൂടുതലും അമേരിക്കയുടെ ഇറക്കുമതി വളരെ കുറവുമാണ്. അമേരിക്കയുമായുള്ള വ്യാപാരത്തിലൂടെ ഇന്ത്യ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് വാദങ്ങൾ എങ്കിലും ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയ അധിക തീരുവ പിൻവലിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയെപ്പോലെ ഒരു രാജ്യം റഷ്യ ചൈന സംഘത്തിലേക്ക് പോകുന്നത് എന്തു വില കൊടുത്തും തടയാൻ അമേരിക്ക ശ്രമിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇന്ത്യക്ക് വിൽക്കുന്ന എണ്ണയുൽപ്പന്നങ്ങളുടെ വിലയിൽ കുറവ് വരുത്തുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചു. ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ $3 മുതൽ $5 വരെ ഡിസ്കൗണ്ട് നൽകുമെന്നാണ് വാഗ്ദാനം. ഇപ്പോൾ തന്നെ
വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരം നടക്കുന്നത്. ഈ വ്യാപാരത്തിൻ്റെ പേരിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ ട്രംപ് 25% വർധനവ് വരുത്തിയത്. തുണി ഉൽപ്പന്നങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയവ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വ്യവസായികളെ നികുതി വർധനവ് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കടുത്ത സമ്മർദ്ദമാണ് ഭാരത സർക്കാർ നേരിടുന്നത്. എന്നിട്ടും നികുതി വർദ്ധിപ്പിച്ച നടപടി അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം അവസാനിപ്പിക്കില്ല എന്ന് ഭാരത സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് ഇളവ് നൽകുമെന്ന തീരുമാനം ഷാങ്ഹൈ ഉച്ചകോടിക്ക് ശേഷമാണ് പുടിൻ പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം ഇന്ത്യക്കുള്ള പിന്തുണയും അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പുമാണ്. പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി തവണ യമനിലെ വിമതന്മാർ ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട്. വളരെ ചെറിയ ഒരു രാജ്യമാണ് യമൻ. ഈ രാജ്യത്തിൻ്റെ വടക്കുഭാഗം ഹൗദികൾ എന്നറിയപ്പെടുന്ന വിമതന്മാരുടെ നിയന്ത്രണത്തിലാണ്. ഇറാന്റെ പിന്തുണയോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കും തിരിച്ച് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുമുള്ള ചരക്കു നീക്കം തടയുക എന്നതാണ് ഹൗദി വിമതന്മാരുടെ ലക്ഷ്യം. ഇസ്രായേൽ മാത്രമല്ല, യമൻ ഭരണകൂടവും യൂറോപ്പിലെ രാജ്യങ്ങളും ഇവരെ തകർക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ഒരാക്രമണത്തിൽ ഇവരുടെ പ്രധാനമന്ത്രിയും പല മന്ത്രിമാരും അടക്കം 10 പേർ കൊല്ലപ്പെട്ടു. വളരെ സൂക്ഷ്മതയോടെ തയ്യാറാക്കിയ ഒരു പദ്ധതി അനുസരിച്ച് മന്ത്രിസഭ ചേരുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത്. വിമതന്മാരുടെ എല്ലാ പ്രമുഖ നേതാക്കന്മാരെയും വധിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ 2 ദിവസത്തിനു ശേഷം ഇസ്രായേലിൻ്റെ ഒരു കപ്പൽ ഹൗദികളുടെ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു. ബ്രസീലിൻ്റെ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയ്ക്കെതിരെയുള്ള കേസിൽ ഉടൻ തന്നെ വിധിയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2002 നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇനാഷിയോ ലൂയിസ് ലൂഡ സിൽവയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ജനവിധി തനിക്കനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ബോൾസോനാരോയുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല. ഉയർന്ന സൈനികോദ്യോഗസ്ഥരുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരാനും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വധിക്കാനും ഗൂഢാലോചന നടത്തി എന്നുമാണ് കേസ്. ഉയർന്ന 3 സൈനികോദ്യോഗസ്ഥരടക്കം 7 സഹായികളും ഈ കേസിൽ പ്രതികളാണ്. ഇതുപോലെയുള്ളവർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ ഭാവിയിലും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്നും അത് ജനാധിപത്യത്തെ തകർക്കും എന്നുമാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. നീതിപൂർവം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും കൂടാതെ ജനാധിപത്യം നിലനിൽക്കില്ല എന്ന സന്ദേശമാണ് ബ്രസീൽ ലോകത്തിന് നൽകുന്നത്. ഞായറാഴ്ച അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂമികുലുക്കത്തിൽ 1000-ലേറെ പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്നും 3000-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗുരുതരമായ പ്രതിസന്ധിക്കിടയിലാണ് 2021 ഭരണം താലിബാനെ ഏൽപ്പിച്ച് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്നും മടങ്ങിപ്പോയത്. 4 വർഷം കഴിഞ്ഞിട്ടും സ്ഥിതി മെച്ചപ്പെടുത്താൻ താലിബാനു കഴിഞ്ഞിട്ടില്ല. കാലഹരണപ്പെട്ട ഇസ്ലാമിക നിയമങ്ങൾ പിന്തുടരുന്നതിൻ്റെ പേരിൽ ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങളും താലിബാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിച്ചു. ഈ പ്രതിസന്ധിയിൽ തങ്ങളെ സഹായിക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് താലിബാൻ ഭരണകൂടം അഭ്യർത്ഥിച്ചു. ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലായ
അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ ലോകരാഷ്ട്രങ്ങൾ മുൻപോട്ട് വരുന്നില്ല. അയൽരാജ്യമായ ഇന്ത്യ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അനുശോചനങ്ങൾ അറിയിച്ചതല്ലാതെ ഒരു സഹായവും ഇതുവരെ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് മുമ്പോട്ടു പോകാൻ കഴിയില്ല എന്ന് താലിബാൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സെപ്റ്റംബർ 3 ചൈനയിലെ ടിയാനമെൻ ചതുരത്തിൽ നടന്ന പരേഡ് ചൈനയുടെ സൈനിക ശക്തി അനാവരണം ചെയ്യുന്നതായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ജപ്പാൻ ചൈനീസ് സൈനികരുടെ മുൻപിലാണ് കീഴടങ്ങിയത്. ഈ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചൈന ഈ ആഘോഷം ഒരുക്കിയത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോടൊപ്പം റഷ്യൻ പ്രസിഡന്റ് പുടിനും ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉന്നും ഈ പരേഡിനെ അഭിവാദ്യം ചെയ്തു. ആദ്യമായിട്ടാണ് ഈ 3 നേതാക്കളും ഒരുമിച്ച് ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. മറ്റു ലോകരാഷ്ട്രങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. അമേരിക്കയ്ക്കെതിരെ നിലകൊള്ളുന്ന 3 രാജ്യങ്ങളും ചേർന്ന് ഒരു മുന്നണിയാവുകയാണ്. ഷാങ്ഹായ് ഉച്ചകോടിയിലും ടിയാനമെൻ ചതുരത്തിലും ഈ 3 രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് പെരുമാറിയത്. ഇവരോടൊപ്പമാണ് അമേരിക്കയുടെ എതിരാളിയായ ഇറാൻ. അമേരിക്കയ്ക്കെതിരെയുള്ള ഗൂഢാലോചന എന്നാണ് ഈ പരിപാടിയെ അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. ബ്രസീലിൻ്റെ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയ്ക്കെതിരെയുള്ള കേസിൽ ഉടൻ തന്നെ വിധിയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2002 നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇനാഷിയോ ലൂയിസ് ലൂഡ സിൽവയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ജനവിധി തനിക്കനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ബോൾസോനാരോയുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല. ഉയർന്ന സൈനികോദ്യോഗസ്ഥരുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരാനും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വധിക്കാനും ഗൂഢാലോചന നടത്തി എന്നുമാണ് കേസ്. ഉയർന്ന 3 സൈനികോദ്യോഗസ്ഥരടക്കം 7 സഹായികളും ഈ കേസിൽ പ്രതികളാണ്. ഇതുപോലെയുള്ളവർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ ഭാവിയിലും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്നും അത് ജനാധിപത്യത്തെ തകർക്കും എന്നുമാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. നീതിപൂർവം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും കൂടാതെ ജനാധിപത്യം നിലനിൽക്കില്ല എന്ന സന്ദേശമാണ് ബ്രസീൽ ലോകത്തിന് നൽകുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.